സോ ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കടക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ എനർജി ഫ്രം ഓഷൻസ് ആണ്. സോ നമ്മൾ ഓഷൻസിൻ്റെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഉള്ളത് ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്ന പോർഷനാണ്. ഫ്യൂവൽ സെൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്ന നേച്ചറിൽ ഓൾറെഡി ഇല്ല ഓഷ്യൻ എനർജി എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുക. പക്ഷേ ഫ്യൂവൽ സെൽസിൽ കെമിക്കൽ എനർജി എങ്ങനെയാണ് ഫ്യൂവൽ സെൽസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഇത് ഇൻവെൻറ്റ് ചെയ്തത്, ഈ ഒരു ഫ്യൂവൽ സെൽസ് ഇൻവെൻറ്റ് ചെയ്തത് 1839 വില്യം റോബർട്ട് ഗ്രൂവ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു ഫ്യൂവൽ സെൽസ് അവിടെ ഇൻവെൻറ്റ് ചെയ്തത്. അദ്ദേഹം ഇത് ഒരു 1960 വരെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻവെൻഷൻ നമ്മൾ കൊമേഴ്ഷ്യലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് കുറേ കഴിഞ്ഞിട്ട് 1962-66 വരെയൊക്കെ നമ്മൾ നാസയുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്, സ്പേസ് പ്രോജക്ട്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂവൽ സെൽസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. സോ ഇത് എന്താണ് ഫ്യൂവൽ സെൽസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, അതൊരു ഇലക്ട്രോ കെമിക്കൽ ഡിവൈസാണ്. കാരണം അവിടെ എന്താണ്, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് കൺവേർട്ട്സ് എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സോ ഫ്യൂവൽ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള പോലെയല്ല, അവിടേക്ക് എന്തായിരുന്നു, നേച്ചറിലുള്ള എനർജി കൺവേർട്ട് ചെയ്യുമായിരുന്നു. ഫ്യൂവൽസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എനർജി കൺവേർഷനാണ്. അവിടെ എങ്ങനെയാണ് കെമിക്കൽ എനർജി, ഒരു കെമിക്കലിൻ്റെ എനർജി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ കുറേ കൂടെ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ് ദാറ്റ് കമ്പൈൻസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി വിത്ത് വാട്ടർ ആൻഡ് ഹീറ്റ് ആസ് ഇറ്റ്സ് ബൈ പ്രൊഡക്റ്റ്. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് വഴി എന്താണ്, എന്തുമായിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്, അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ വാട്ടർ, ഹീറ്റ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഫസ്റ്റ് അതിൻ്റെ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ സെൽസിൻ്റെ സ്ട്രക്ചർ വരുന്നിട്ടുണ്ടായിരിക്കാം. സോ ഇത് നമ്മൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂവൽ സെൽസ് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് നമുക്ക് ഫ്യൂവൽസ്, ആവശ്യമുള്ള ഫ്യൂവൽസ്, നമ്മളിപ്പോൾ കൂടുതലായിട്ടും കോള് ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കോളാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്നതൊക്കെ കാർബൺ മോണോക്സൈഡാണ്, അത് നമുക്ക് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് കോള്. അതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ബട്ട് നമ്മൾ കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രജനാണ് നമ്മൾ ലിക്വിഡ് ഹൈഡ്രജനാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂവലായിട്ട് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ഫ്യൂവൽ നമ്മളൊരു ഭാഗത്ത് കൂടെ കടത്തി വിട്ടു എന്ന് വിചാരിക്കാം. ഇവിടെ രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഒന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡാണ്, അതിന് നമ്മൾ ആനോഡ് എന്ന് പറയും. ദെൻ സെക്കൻഡ് വൺ ഇസ് കാഥോഡ്, അതെന്താണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡാണ്. സോ ഈ ഫ്യൂവൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടെ എന്താവും, സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ അയേൺസ് ആയിട്ടും അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ആയിട്ടും മാറും. സോ ഈ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഇടയിലൊരു മെംബ്രെയിൻ ഉണ്ട്, ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. ഈ ഒരു ഇലക്ട്രോൺസിനെ മാത്രം പാസ് ചെയ്യില്ല. അതെന്തിനു മാത്രമേ പാസ് ചെയ്യുള്ളൂ, ഹൈഡ്രജൻ അയൺസിന് മാത്രമേ പാസ് ചെയ്യുള്ളൂ, അതായത് പ്രോട്ടോൺസിന് മാത്രമേ പാസ് ചെയ്യുള്ളൂ. സോ ഹൈഡ്രജൻ സ്പ്ലിറ്റായിട്ട് ഹൈഡ്രജൻ അയണും അതുപോലെ തന്നെ ഇലക്ട്രോണും ആയിക്കഴിഞ്ഞാൽ അയൺ മാത്രം എന്ത് ചെയ്യും, മെംബ്രെയിൻ കൂടെ ഈ വഴി കൂടെ പാസ് ചെയ്യും. ഇലക്ട്രോണിന് പാസ് ചെയ്യാനായിട്ട് ഒരു കണക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇത് കൂടെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു കാഥോഡിക്ക് എത്തും. കാഥോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡാണെന്ന് പറഞ്ഞു. സോ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടാണ് പോവുക, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡിലേക്കാണ് പോവുക. സോ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നു എന്നുള്ളത് എന്താണ്, ബേസിക്കലി അത് കറണ്ടാണ്. ഇലക്ട്രോൺസിൻ്റെ മോഷനെയാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് എന്ന് പറയുക. സോ ഇവിടെ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ എന്താ ഉണ്ടാകുന്നത്, ഇലക്ട്രിക് കറണ്ടാണ് ഉണ്ടാകുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു ബൾബ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അത് എലിമിനേറ്റഡ് ആവുന്നുണ്ടായിരിക്കും. സോ ഇലക്ട്രോൺസ് പാസ് ചെയ്തിട്ട് എവിടേക്ക് എത്തി,
കാഥോഡിക്ക് എത്തി. ഇവിടെ ഈ സൈഡിലായിട്ട് എയർ കടത്തിവിടുക, അതായത് ഓക്സിജനും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വേറെ ഗ്യാസസും ഉണ്ടായിരിക്കും. സോ ഈ ഒരു എയർ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ എയർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഹൈഡ്രജൻ്റെ അയണും ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് H2O ഉണ്ടാക്കും. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യും, H2O ഉണ്ടാക്കും. H2O എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടറാണ്. സോ ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്, അതായത് ഇലക്ട്രിസിറ്റിയുടെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്നത് എന്താണ്, വാട്ടറാണ്. അതുപോലെ തന്നെ അവിടെ തേർമൽ എനർജി ഉണ്ടായിരിക്കും, കുറച്ച് ഹീറ്റും ഉണ്ടായിരിക്കും. സോ അതെന്ത് ചെയ്യും, അതും അതുപോലെ തന്നെ വാട്ടറും അൺയൂസ്ഡ് ഗ്യാസസും എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ കൂടെ നമ്മൾ കളക്ട് ചെയ്യാണ് ചെയ്യുക. സോ ഇതാണ് ഫ്യൂവൽ സെൽസിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ പാർട്സ് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് പോസ്റ്റ് ഓഫ് ദി ഫ്യൂവൽ സെല്ലാണ്. ആ ഒരു ഫ്യൂവൽ സെല്ലിൻ്റെ ഒരു ഭാഗം, നെഗറ്റീവായിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, ആനോഡ് എന്ന് പറയുന്നത്. സോ അവിടെ എന്താ ചെയ്യുന്നത്, ഹൈഡ്രജൻ മോളിക്യൂൾസിൽ നിന്ന് പോകുന്ന ഇലക്ട്രോൺസിനെ കണ്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത് ആനോഡ്. സോ അപ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, ആ ഒരു ഭാഗത്ത് കൂടെ, ആ ഒരു ചാനൽ കൂടെ ഹൈഡ്രജന് അതിൽ കൂടെ കടത്തി വിടുന്നുണ്ട്. അവിടെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസും കൂടെ ഉണ്ട് കേട്ടോ. സോ സെക്കൻഡ് പാർട്ട് ഇസ് കാഥോഡ്. കാഥോഡ് എന്ന് വെച്ചാൽ പോസിറ്റീവ് പോസ്റ്റ് ഓഫ് ദി ഫ്യൂവൽ സെല്ലാണ്. സോ അവിടെ എന്താ നടക്കുന്നത്, ആ ഒരു എച്ച് ചാനൽ ഡിസ്ട്രിബ്യൂട്ട് ഓക്സിജൻ ടു ദി സർഫസ് ഓഫ് ദി കാറ്റലിസ്റ്റ്. അവിടെ കാറ്റലിസ്റ്റിലേക്ക് ഓക്സിജൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കാഥോഡിൻ്റെ പർപ്പസ്. സോ കാഥോഡ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ എക്സ്റ്റേണൽ സർക്യൂട്ടുമായിട്ട് കണ്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ ഹൈഡ്രജനും അയണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ വാട്ടർ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് എന്ത്, കാഥോഡ്. ദെൻ ദി തേർഡ് പാർട്ട് ഇസ് ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റ് ആ സെൻറ്ററിലുള്ള ഈ ഒരു ഭാഗമാണ് എന്ത്, ഇലക്ട്രോലൈറ്റ്. സോ ഈ ഒരു ഇലക്ട്രോലൈറ്റ് എന്താ ചെയ്യുന്നത്, ഒരു പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് അവിടെ പ്രോട്ടോൺ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്ചേഞ്ച് ആവുന്നുള്ളൂ. സോ നമ്മൾ സ്പെസിഫിക്കലി ട്രീറ്റഡ് മെറ്റീരിയൽ, അതായത് ഒരു മെറ്റീരിയലാണ് അവിടെ എന്താ ചെയ്യുന്നത്, പോസിറ്റീവ്ലി ചാർജ്ഡ് അയൺസിനെ മാത്രം കണ്ടക്ട് ചെയ്യുക, ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ ഫോർത്ത് പാർട്ടേഴ്സ് അല്ലെങ്കിൽ ഫോർത്ത് കമ്പോണൻ്റ് ഇസ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മെറ്റീരിയലാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ അതിന് പ്ലാറ്റിനം പൗഡറാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക. പ്ലാറ്റിനം പൗഡർ വെരി തിൻലി കോട്ടഡ് ഓൺ ടു കാർബൺ പേപ്പർ ഓർ ക്ലോത്ത്. കാർബൺ പേപ്പറിലോ ക്ലോത്തിലോ എന്താണ് വളരെ തിന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുകയാണ് പ്ലാറ്റിനം പൗഡർ എന്നുണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുക. സോ ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഈ ഒരു ഫ്യൂവൽ സെല്ലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് നോക്കാവുന്നത് ഇവിടെ എന്താണ്, ഈ പാർട്സ് ഒക്കെ ഓൾറെഡി ഫിക്സഡ് ആണ്. ഈ പാർട്സ് ഒക്കെ ഫിക്സഡ് ആണ്. അവിടെ എന്ത് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, ഈ അയൺസ് അതുപോലെ തന്നെ ഹൈഡ്രജൻ ഓക്സിജൻ ഇതൊക്കെയാണ് മൂവ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കെന്ത് പറയാം, ഫ്യൂവൽ സെൽസ് ഇറ്റ് സെൽഫ് ഹാസ് നോ മൂവിങ് പാർട്സ്. അവിടെ മൂവിങ് പാർട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ക്വയറ്റ് ആൻഡ് റിലയബിൾ സോഴ്സ് ഓഫ് പവർ ആണ് എന്ത്, ഫ്യൂവൽ സെല്ല് വരുന്നുണ്ടായിരിക്കുക. സോ അതതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ നോക്കാം. അതിനു മുന്നേ ഇതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, ഫ്യൂവൽ സെൽസിനെ ഇമ്പോർട്ടൻ്റ് ആക്കുന്ന കുറച്ച് പോയിൻറ്റ്സ്. സോ ഈ ഫ്യൂവൽ സെൽസ് ഞാൻ പറഞ്ഞു നമ്മൾ ഹൈഡ്രജനാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുക, അതാണ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരാം. നിങ്ങൾ ഓൾറെഡി സെൽസ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും, പ്രൈമറി സെക്കൻഡറി സെല്ല് എന്ന് പറയുന്നത്. ഈ സെല്ല് ഇത് നമ്മൾ എങ്ങനെ വ്യത്യാസം എന്ന് വെച്ചാൽ, സെല്ലിൽ ഓൾറെഡി അവിടെ എന്തുണ്ടായിരിക്കും, സെൽസൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ബാറ്ററി ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ബാറ്ററിയുടെ കാര്യം ആലോചിച്ചാൽ മതി. അവിടെ എന്താണ് ഓൾറെഡി നമ്മൾ കെമിക്കൽസ്, നിങ്ങൾ ബാറ്ററി പൊളിച്ച് കഴിഞ്ഞാൽ അറിയാം അതിൽ കുറേ കെമിക്കൽസ് ഉണ്ടായിരിക്കും. സോ ആ ഒരു കെമിക്കൽസ് ഓൾറെഡി ഫിക്സഡ് ആണ്. സോ പ്രൈമറി ബാറ്ററി എന്ന് പറയുന്നത് അവിടെ നമ്മളത് പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്താണ്, നമുക്ക് പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. സോ അതാണ് പ്രൈമറി ബാറ്ററി. ഇനി റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, സെക്കൻഡറി ബാറ്ററി. സോ ഇവിടെ ആ ഒരു പ്രൈമറി സെല്ലിനെ ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി കെമിക്കൽസ് ഉണ്ട്, പക്ഷേ അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു എനർജി ഇൻപുട്ട് നടക്കില്ല. പ്രൈമറി സെല്ലിൽ അവിടെ ഓൾറെഡി ഉള്ള ആ ഒരു ഫ്യൂവൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും, അവിടെ വർക്ക് ചെയ്യേണ്ട മെറ്റീരിയൽസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും.
ബട്ട് ഫ്യൂവൽ സെൽസിൻ്റെ കാര്യം എങ്ങനെയാണ്? ഫ്യൂവൽ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഓരോ തവണയും അതെന്താണ് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ ഫ്യൂവൽ കൊടുക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട്, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഇൻപുട്ട് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇതിനൊരു റീചാർജിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സെക്കൻഡറി ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക വേണ്ടി വരും. പക്ഷേ ഫ്യൂവൽ സെൽസിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതിന് നമുക്കൊരു റീചാർജിങ് റീപ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഫ്യൂവൽ സെൽസ് നമുക്ക് എങ്ങനെ വേണം മാനുഫാക്ചർ ചെയ്യാം. അത് ചെറിയ സൈസിൽ മാനുഫാക്ചർ ചെയ്യാം, വലിയ സൈസിൽ മാനുഫാക്ചർ ചെയ്യാം. ചെറിയ സൈസ് എന്ന് വെച്ചാൽ ഒരു പെൻസിൽ ഇറേസറിൻ്റെ സൈസിലടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫ്യൂവൽ സെൽസിനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ കിട്ടുന്നത് കുറച്ച് മില്ലി വാട്ട്സ് ഓഫ് പവറാണ്. അതുപോലെ തന്നെ നമുക്ക് ലാർജ് എമൗണ്ട് പവർ കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂവൽ സെൽസിനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഓരോ സെൽസിൻ്റെയും ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെൽസ്, ഈ ഒരു ഫ്യൂവൽ സെൽസ് മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യുക. ഇതൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫ്യൂവൽ സെൽസിൻ്റെ സൈസ് കൂട്ടിയിട്ട് അവിടെയുള്ള ഔട്ട്പുട്ട് പവർ കൂട്ടാനായിട്ട് സാധിക്കും. സോ നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജ് ചെക്ക് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻ എഫിഷ്യൻസീസ് ആർ ഹൈ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഇവിടെ കൺവേർഷൻ നമ്മൾ എത്ര ഫ്യൂവൽ കൊടുക്കുന്നുണ്ട് അത്രയും തന്നെ എന്താകുന്നുണ്ട്? ഔട്ട്പുട്ടായിട്ട് മാറുന്നുണ്ട്. ലോസ് ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ കാറ്റലിസ്റ്റായിട്ട് റിയാക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും കാറ്റലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് 7th ക്ലാസ്സിലൊക്കെ ഉള്ളതാണ്. ഒന്ന് റീകളക്ട് ചെയ്യാനായിട്ട് നോക്കുക. കാറ്റലിസ്റ്റിൻ്റെ പർപ്പസ് എന്താണ്? അത് ആ റിയാക്ഷന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നല്ലാതെ അതിനൊരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റഡ് ആവുന്നില്ല. കാറ്റലിസ്റ്റിന് ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ അത് റിയാക്ഷൻ എൻഹാൻസ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഈ കാറ്റലിസ്റ്റിൻ്റെ പർപ്പസ്. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയും ഒരു ലോസ് വരുന്നില്ല. സോ കൺവേർഷൻ എഫിഷ്യൻസീസ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. സെക്കൻഡ് വൺ ഇസ് റിക്വയർസ് ലിറ്റിൽ അറ്റൻഷൻ ആൻഡ് ലെസ് മെയിൻ്റനൻസ്. ഇവിടെ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഫ്യൂവൽസ് നമ്മളിങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ബൈ പ്രൊഡക്റ്റും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ കൂടുതലായിട്ട് അതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമോ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമോ അവിടെ നടക്കുന്നില്ല. ഒന്നും ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഓഷ്യൻ തെർമൽ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടി വരും. നമുക്കത് എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് വരും. ഇപ്പോൾ സോളാർ എനർജി, സോളാർ പാനൽസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡസ്റ്റൊക്കെ നമുക്ക് എപ്പോഴും റിമൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ വിൻഡ് പ്ലാന്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് വളരെ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള മെയിൻ്റനൻസിൻ്റെ എഫക്റ്റും ഇതിന് വരുന്നില്ല. വളരെ കുറവ് മാത്രമേ എന്തിന് വരുന്നുള്ളൂ? ഫ്യൂവൽ സെൽസിന് വരുന്നുള്ളൂ. തേർഡ് വൺ ഇസ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് നിയർ ദി യൂസ് പോയിൻറ്റ്. അത് ആവശ്യമുള്ള ഭാഗത്ത് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പ്രത്യേകിച്ച് ദൂരെ കൊണ്ടുവന്ന് വയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ റിക്വയർമെൻറ്റ് വളരെ കുറച്ചു മതി. അതായത് ദൂരെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് ആവശ്യമുള്ള പോയിന്റിലേക്ക്, നമുക്കിപ്പോൾ ഇപ്പോൾ വീട്ടിലേക്കാണ് വേണ്ടത്, ഓഷ്യനിൽ നിന്ന് ഉണ്ടാക്കുന്ന എനർജി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ദൂരം ഇതെന്ത് ചെയ്യണം? ഈ ഒരു ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേ വരണം. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ സെൽസ് അടുത്താണ്, നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ കോസ്റ്റ് എന്താണ്? കുറവായിരിക്കും. സോ ദൂരേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്തും അവിടെ ഒരളവിൽ നമുക്ക് എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ എവിടെയാണോ യൂസ് അവിടെ തന്നെയാണ് നമ്മൾ ഫ്യൂവൽ സെൽസ് വയ്ക്കുന്നുള്ളത് എന്നുള്ളതുകൊണ്ട് എന്താണ്? നമുക്ക് ആ ലോസും വളരെ കുറവാണ്. ഫോർത്ത് വൺ ഇസ് ഫ്യൂവൽ സെൽ ഇസ് ഓർഡർലെസ് ആൻഡ് ഡസ് നോട്ട് മേക്ക് എനി നോയ്സ്. ഞാൻ പറഞ്ഞു ഇവിടെ മൂവിങ് പാർട്സ് ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഒരു തരത്തിലുള്ള നോയ്സും ഉണ്ടാകുന്നില്ല. ഓർഡർലെസ് ആണ്, ഇതിനൊന്നും ഓർഡറും ഉണ്ടാകുന്നില്ല, ഒരു തരത്തിലുള്ള സ്മെല്ല് അവിടെ ഉണ്ടാകുന്നില്ല. ഫിഫ്ത്ത് വൺ ഇസ് എ ലിറ്റിൽ ടൈം ഇസ് നീഡഡ് ടു ഗോ ഇൻ ടു ഓപ്പറേഷൻ. ഈ കാറ്റലിസ്റ്റ് ഉള്ള കാരണം കൊണ്ട് തന്നെ എന്താണ്? പെട്ടെന്ന് തന്നെ അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ടൈമിൻ്റെ ആവശ്യം അവിടെ നടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഓഷൻ എനർജി തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവരിപ്പോൾ ഒരു ടൈഡൽ എനർജി നമ്മളെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈ ടൈഡ് വന്നിട്ട് പിന്നെ ലോ ടൈഡ് വന്നു കഴിഞ്ഞാലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? എനർജി കൺവേർഷൻ നടക്കുന്നത്, അവിടെ ആ ഒരു ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ടൈം അവിടെ എടുക്കുന്നുണ്ട്. ഒരു ഫുൾ ഡേ ഒക്കെ വർക്ക് ചെയ്താലാണ് നല്ല ഒരു പവർ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? അത്രയും ടൈം ആവശ്യമായിട്ട് വരുന്നില്ല ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. Sixth one is space requirement considerably less in comparison to conventional power plants. ഇതിന് അത്രയ്ക്കും സൈസിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഓഷ്യൻ പ്ലാന്റ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ലാർജ് സൈസ് വേണമെന്ന് പറഞ്ഞു. അവിടെ അത്രയും നമുക്ക് പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പാരിറ്റീവ്ലി എന്താണ്? നമുക്ക് സൈസ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ സ്പേസ് യൂസ് ചെയ്യുന്നത്
എന്തായിരിക്കും, കുറവ് തന്നെയായിരിക്കും. 7th വൺ സിമ്പിൾ ആൻഡ് സേഫ്. നമുക്ക് ഈ റിയാക്ഷൻ ആ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലും അതെന്ത് ചെയ്യുന്നില്ല, ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. 8th വൺ പൊല്യൂഷൻ ഫ്രീ. ഇവിടുത്തെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഗ്യാസസും അതുപോലെ തന്നെ വാട്ടറുമാണ്. സോ അത് നമുക്ക് എന്തല്ല ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു എലമെൻ്റ് അല്ല. അത് കാരണം കൊണ്ട് തന്നെ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എനർജി കൺവേർഷനാണ് ഇവിടെ നടക്കുന്നത്. 9th വൺ നോ കൂളിംഗ് വാട്ടർ നീഡ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഓഷ്യൻ തെർമൽ പ്ലാന്റ്സ് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിയാക്ട് ചെയ്തതിന് ശേഷം ആ ഒരു വാം വാട്ടറിനെ നമുക്ക് അതിനെ പിന്നെയും കൂൾ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് മെറ്റീരിയലിനെ, വർക്കിംഗ് സബ്സ്റ്റൻസിനെ പിന്നെയും നമുക്ക് കൂൾ ചെയ്യണം, വർക്കിംഗ് ഫ്ലൂയിഡിനെ. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കോൾഡ് വാട്ടറിൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡെപ്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, കോൾഡ് വാട്ടറിനെ പമ്പ് ചെയ്ത് കയറ്റുന്നത്. ഇവിടെ അങ്ങനെയുള്ള കൂളിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. 10th കപ്പാസിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ആസ് ദി ഡിമാൻഡ് ഗ്രോസ്. ഞാൻ പറഞ്ഞു അതിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും പവർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരി ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് അതിനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. 11th വൺ ലോങ് ലൈഫ്. വളരെ കാലം നിലനിൽക്കുന്നതാണ്, കാരണം അതിനൊരു റീപ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫ്യൂവൽ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ കമ്പയറിങ് ടു അതർ കൺവെൻഷണൽ സോഴ്സസ് ഈ ഒരു ഫ്യൂവൽ സെൽസിൻ്റെ അഡ്വാൻറ്റേജസ് വളരെ കൂടുതലാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന് അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ബേസിക്കായിട്ടുള്ള എല്ലാ കൺവെൻഷണൽ എനർജി സോഴ്സസിനും ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് തന്നെയാണ്. എന്താണ്, ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ് വൺ ഇസ് ലോ സർവീസ് ലൈഫ്. അതിൻ്റെ സർവീസ് ലൈഫ് എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. തേർഡ് വൺ ഇസ് പ്രോബ്ലം ഫോർ റീഫില്ലിങ് ഇൻ വെഹിക്കിൾസ്. ഇപ്പോൾ വെഹിക്കിൾസിൽ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ ആ സമയത്ത് ഇതിനെ റീഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫ്യൂവൽസ് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെ, ഡൊമസ്റ്റിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്, സെൻട്രൽ പവർ സ്റ്റേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഡിഫൻസ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെയിനായിട്ട് സ്പേസ് പ്രോജക്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. നാസയുടെ കുറച്ച് ജെമിനി അങ്ങനത്തെ പ്രോജക്ട്സിലൊക്കെ, അപ്പോളോ, സ്കൈലാബ് സ്പേസ് ക്രാഫ്റ്റ്, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഫ്യൂവൽ സെൽസാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫ്യൂവൽ സെൽസിൻ്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെ കൊടുക്കാം. ഫ്യൂവൽ സെൽസ് ആർ പ്രൈമർലി സ്യൂട്ടഡ് ഫോർ ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസ്. നമ്മൾ ഫ്യൂവൽ സെൽസിനെ മോസ്റ്റ്ലി ലോ വോൾട്ടേജിന് വേണ്ടിയിട്ടും ഹൈ കറണ്ടിന് ഉള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുണ്ടായിരിക്കുക. സോ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ ഫ്യൂവലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഫ്യൂവൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നു, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂവലും അതുപോലെ തന്നെ അവിടെ എന്തും കൂടെ വേണം, ഓക്സിജനും കൂടെ വേണം. ഇവിടെ ഫ്യൂവൽ ഇപ്പം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്യൂവൽ കൊടുത്തു, ആ ഫ്യൂവലിൽ നിന്ന് എനിക്ക് ഹൈഡ്രജൻ കിട്ടി. ഈ ഹൈഡ്രജൻ കിട്ടിയിട്ട് ഇവിടെ നിന്നാൽ പോരല്ലോ, ഇവിടുന്ന് ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്താൽ എന്ത് ചെയ്യുന്നുള്ളൂ, വാട്ടർ അവിടെ ഉണ്ടാകുന്നുള്ളൂ. സോ അങ്ങനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഫങ്ഷനിങ് എങ്ങനെയാണ്, നമ്മൾ ഫുഡ് എടുക്കുന്നു, ഫുഡ് മാത്രം മതിയോ, പോരാ, നമുക്ക് ഓക്സിജനും കൂടെ എടുക്കണം, അതും കൂടെ കമ്പൈൻ ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു, അവിടെ എന്ത് കിട്ടുന്നുണ്ട്, വർക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ തെർമൽ എനർജിയും കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ വർക്കിംഗ്. അതുപോലെ തന്നെയല്ലേ ഫ്യൂവൽ സെൽസിൻ്റെ വർക്കിംഗ് ഉള്ളത്. നമ്മളവിടെ ഫ്യൂവൽ എടുക്കുന്നു, അവിടെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് അവിടെ എന്തുണ്ടാകുന്നു, വാട്ടർ, അതുപോലെ തന്നെ വേറെ ഇലക്ട്രിസിറ്റി അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് രണ്ടും ഏകദേശം ഒരേപോലെയല്ലേ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡി. അപ്പോൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ഫ്യൂവൽ സെല്ലായിട്ട് കൺസിഡർ ചെയ്യാം. അതെന്തല്ല, ഒരു ഹീറ്റ് എഞ്ചിനല്ല. ഹീറ്റ് എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എനർജീനെ കൺവേർട്ട് ചെയ്യുന്നതാണ്. അതല്ല, ഹ്യൂമൻ ബോഡി എന്താണ്, ഒരു ഫ്യൂവൽ സെല്ലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ ഏകദേശം ഫ്യൂവൽ സെൽസിനെ പോലെയാണ്. സോ ഇതൊക്കെയാണ് ഫ്യൂവൽ സെൽസിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ കമ്പോണൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. സോ ഇത്രയ്ക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതിനൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ മോസ്റ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫ്യൂവൽ സെൽസിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. സോ അത്തരത്തിലൊരു നോട്ട് നിങ്ങൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പാർട്സൊക്കെ വെച്ചിട്ട് തന്നെ നോട്ട്സ് ഉണ്ടാക്കിയാൽ മതി. ടെക്സ്റ്റിൽ ഇതിൻ്റെ വർക്കിംഗ് കാര്യമായിട്ട് കൊടുത്തിട്ടില്ല,
ജസ്റ്റ് ആ ഒരു ഫിഗർ നിങ്ങൾക്ക് ടെക്സ്റ്റിലത്തെയാണ് എളുപ്പം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസ് പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ കുറച്ചുകൂടെ നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത്. സോ ഒരു ടെക്സ്റ്റിലുള്ള, അതായത് ഞാൻ അയച്ചെന്ന PDF-ലുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കുക. ചെറുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് തന്നെ അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടാവില്ല. സോ ഈ ലെക്ചർ കണ്ടതിന് ശേഷം നിങ്ങൾ ആ PDF-ഉം കൂടെ ഒന്ന് വായിച്ച് നോക്കുക. സോ ഇതിൽ കമ്പോണൻസ് കുറച്ചധികം കൊടുത്തിട്ടുണ്ട്, അത് വേണേൽ ആഡ് ചെയ്യാം. അതായത് കമ്പോണൻസ് മൊത്തം ഒരു 8 എണ്ണം കൊടുത്തിരിക്കുന്നത്. ആനോഡ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്യൂവൽ ഇലക്ട്രോഡ്, സെക്കൻഡ് വൺ ഇസ് കാഥോഡ്, നമ്മൾ ആ ഓക്സിജൻ കൊടുക്കുന്ന ഒരു ഇലക്ട്രോഡ് ഓക്സിഡൻറ്റ്, തേർഡ് വൺ ഇസ് ഇലക്ട്രോലൈറ്റ്, ഫോർത്ത് വൺ കണ്ടെയ്നർ. ഇത് ഈ ഇലക്ട്രോഡും രണ്ട് ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റൊക്കെ കണ്ടെയ്ൻ ചെയ്യാനുള്ള കണ്ടെയ്നറിനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫിഫ്ത്ത് വൺ ഇസ് സെപ്പറേറ്റർ എന്ന് വെച്ചാൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്സിനെ. സിക്സ്ത് ഇസ് സീലിംഗ്, നമ്മളിതിനെ മൊത്തം എന്ത് ചെയ്യണം, കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ സീലിംഗ്. സെവൻത്ത് ഇസ് ഫ്യൂവൽ സപ്ലൈ. എയ്ത്ത് ഇസ് ഓക്സിഡൈസർ, അതായത് കാറ്റലിസ്റ്റിനെയാണ് നമ്മൾ ഓക്സിഡൈസർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെ ഓൾറെഡി ഉള്ള പാർട്സ് തന്നെയാണ്, ഞാൻ ബേസിക്കായിട്ടുള്ള പാർട്സിനെ മാത്രമേ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളൂ. സോ അതും കൂടെ പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഒരു എസ്സേ ടൈപ്പിൽ എവിടെയെങ്കിലും ഒരു നോട്ട് എഴുതി വയ്ക്കുക. ഒരു തവണ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമെന്നുള്ള ലെവലിൽ. കാരണം കഴിഞ്ഞ തവണയാണെന്ന് തോന്നുന്നു ബാറ്ററി എന്ന് പറയുന്ന ഒരു ഭാഗം മൊത്തം അതിൻ്റെ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എസ്സേ ടൈപ്പ് ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നിങ്ങൾക്ക് ബാറ്ററി ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഫ്യൂവൽ സെൽസിനെയാണ് ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.